പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനു ഇസ്രായേലിയരെ അറിയില്ലേ? മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത. എത്രയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും നന്ദികേടും അനുസരണക്കേടും കാണിക്കുക എന്നതായിരുന്നു ബനു ഇസ്രായേലിയരുടെ പതിവ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചൊരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം സ്പെഷ്യൽ ആണല്ലോ അല്ലേ? അതുപോലെ ഇസ്രായേലിയർക്ക് പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള ദിവസമായിരുന്നു സാറ്റർഡേ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. صدق الله العلي العظيم. സൂറത്തുൽ അഅറാഫിലെ 163 ആയത്താണ് ഞാനിവിടെ ഓതി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, വസ് അൽഹും, യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ, വസ് അൽഹും, താങ്കൾ ചോദിക്കുക. വസ് അൽഹും എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുക. ആരാണ് അവർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള യഹൂദികളോട്, ജൂതന്മാരോട് ചോദിക്കുക. അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു സംഭവമായിരിക്കണം. അപ്പം അതുകൊണ്ട് അവരോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് ചോദിക്കേണ്ടത്? അനിൽ ഖറിയത്തി, ഒരു പട്ടണത്തെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച്, എബൌട്ട് എ പ്ലേസ്. ആ വസ്അൽഹും അനിൽ ഖറിയ, ഒരു ദേശത്തെക്കുറിച്ച് അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിശദീകരിക്കുന്നത് എങ്ങനെയുള്ള പ്ലേസ് ആണത് എന്നുള്ളതാണ്. അല്ലത്തി കാനത്ത് ഹാദിറത്തൽ ബഹ്രി. അല്ലത്തി കാനത്ത്, അത് ഇങ്ങനെയുള്ളതായിരുന്നു. ഹാദിറത്തൽ ബഹ്രി, ഹാദിറത്ത് എന്ന് പറഞ്ഞാൽ സമീപത്ത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അൽ ബഹ്ർ, സമുദ്രത്തിന്റെ. സോ വിച്ച് വാസ് സിറ്റുവേറ്റഡ് എലോങ് ദി സീ. അങ്ങനെയുള്ളൊരു പ്രദേശത്തെക്കുറിച്ചാണ് റബ്ബ് യഹൂദികളോട് ചോദിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. സോ ഇവിടെ അള്ളാഹു പറയുന്നത് അവർ സമുദ്രത്തോട് ചേർന്ന് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ് പ്രദേശം എന്ന് മുഫസ്സിറുകൾ അന്വേഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് എയ്ലാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് എന്നതാണ് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള അഭിപ്രായം. ഇന്നത്തെ ഇസ്രായേൽ അവിടെ ഇതേ പേരിൽ, ഇതേ സ്ഥലത്ത് തന്നെ ഒരു സീപോർട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് എയ്ലാത്ത് എന്ന് പറയുന്ന പേരിൽ തന്നെ. അപ്പോൾ സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലം എവിടെയാണ് യഥാർത്ഥത്തിൽ എന്ന് നോക്കുമ്പോൾ, റെഡ് സീയുടെ ലോങ് ഇൻലെറ്റ് ഉണ്ടല്ലോ, നീണ്ടു കിടക്കുന്ന ആ മുനമ്പ്, അതിൻ്റെയും ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സീനായ് പെനിൻസുല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ദേശം സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സുലൈമാൻ നബി അലൈഹിസ്സലാം റെഡ് സീയിൽ മിലിറ്ററി കൊമേഴ്ഷ്യൽ സെൻറ്റർ സ്ഥാപിച്ചിട്ടുള്ളതും ഇതേ പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എയ്ലാത്ത് എന്ന് പറയുന്നത്. എയ്ലാത്ത് എന്ന സ്ഥലമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് യഅദൂന ഫിസ്സബ്തി എന്നാണ് പിന്നീട് പറയുന്നത്. ഇത് യഅദൂന, അവർ അതിക്രമം കാണിച്ച സന്ദർഭം. ഫിസ്സബ്തി, ശനിയാഴ്ച ദിവസം, സാബത്ത് നാളിൽ എന്ന്. അപ്പോൾ സബത്ത് എന്ന് പറഞ്ഞാൽ ശനി എന്നാണ് അർത്ഥം. ഇസ്രായേലിയർക്ക് സാറ്റർഡേ അവരുടെ പുണ്യ ദിവസമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ടു റെസ്റ്റ് ആൻഡ് വർഷിപ്പ്, വിശ്രമിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി മാത്രമായി അന്നേ ദിവസം മാറ്റിവെക്കണം എന്നുള്ളതായിരുന്നു. ആൻഡ് ദേ ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് വേൾഡ്ലി ആക്ട്സ്. അപ്പോൾ സാബത്ത് നാളിനെ ആരെങ്കിലും അവഹേളിക്കുകയാണെങ്കിൽ അത് എന്തിന് എന്ന് ചോദിച്ചാൽ വിശ്രമിക്കാനും റബ്ബിനെ ആരാധിക്കാനും വേണ്ടി മാത്രമായി ആ ദിവസത്തെ മാറ്റി വെക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ദേ ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് വേൾഡ്ലി ആക്ട്സ്. ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രമായി ആ ദിവസം മാറ്റി വെക്കണം. ഈ സാബത്ത് നാളിനെ ആരെങ്കിലും അവഹേളിച്ചാൽ, അതിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ ദേ വിൽ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത്. അവിടെ അവർക്ക് വധിച്ചു കളയുക എന്നുള്ളതാണ് പിന്നീടുള്ള ഓപ്ഷൻ. കുക്ക് ചെയ്യരുത്, മൃഗങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്, സെർവൻസ് ഉണ്ടല്ലോ, ഭൃത്യന്മാരെ കൊണ്ട് വേലകൾ ചെയ്യിപ്പിക്കരുത്, കച്ചവടം ചെയ്യരുത് എന്ന് തുടങ്ങി ഇങ്ങനെ റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ധാർമ്മികമായിട്ടും മോറലി ആൻഡ് റിലീജിയസ്ലി ഒക്കെ അധപ്പതന ഘട്ടം അവരുടേത് ആരംഭിച്ചതോടുകൂടെ ഈ സാബത്തിന്റെ മഹത്വം അവർ പരസ്യമായി തന്നെ ധിക്കരിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ ഇൻ ജൂയിഷ് ടൗൺസ്, ഈ ജൂതന്മാരുടെ ഈ ടൗണിൽ ട്രേഡ്സ് ആൻഡ് കൊമേഴ്സ് വർ ക്യാരിഡ് ഔട്ട് ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്. അവർക്ക് അത്
ഒരു ധിക്കാരം എന്ന രൂപത്തിൽ അവർ ഒന്നും ശ്രദ്ധിക്കാതെ, ഈ അർത്ഥത്തിലുള്ള ഇതിന്റെ ധാർമ്മികത ഒന്നും പാലിക്കാതെ അവർ ധിക്കരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുകയാണ്. ഇദ് തഅതീഹിം ഹൈതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം. ഇദ് തഅതീഹിം ഹൈതാനുഹും, ഇദ് തഅതീഹിം അവരുടെ അടുക്കലേക്ക് വരുന്ന സന്ദർഭം. എന്ത്? ഹൈതാനുഹും അവരുടെ മത്സ്യങ്ങൾ. ഹെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഹൂത്തിന്റെ പ്ലൂറൽ ഫോമാണ്, അഥവാ ഹൂത്ത് എന്ന് പറഞ്ഞാൽ ഫിഷ്, ഹെയ്ത്താൻ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ. ഈ യൗമ സബ്തിഹിം ശനിയാഴ്ച ദിവസം അവരുടെ മത്സ്യങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഷുർഅൻ, ഷുർഅൻ എന്ന് പറഞ്ഞാൽ ഇൻ ദി സർഫസ് ഓഫ് ദി സീ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ഇതിങ്ങനെ തലപൊക്കി വന്ന് നിൽക്കുക എല്ലാ മത്സ്യങ്ങളും. അപ്പോൾ ശനിയാഴ്ച ദിവസം അവരുടെ മത്സ്യങ്ങൾ അവരുടെ അടുക്കലേക്ക് വരികയും സമുദ്രത്തിന് മുകളിൽ ഇങ്ങനെ തലപൊക്കി നിൽക്കുകയും ചെയ്യുക. ഓ യൗമ ലാ യസ്ബിതൂൻ, എന്നാൽ ശനിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലോ ലാ തഅതീഹിം അവരുടെ അടുക്കലേക്ക് പോകുന്നേയില്ല. ഇത് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാതെയായി. അതേ വേളയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആളുകളെ പരീക്ഷിക്കുന്നത് എന്ന് നോക്കൂ. പീപ്പിൾ ആർ ടെസ്റ്റഡ് ബൈ അള്ളാഹ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. ആരെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറി ഡിസൊബീഡിയൻസിന്റെ മാർഗത്തിലേക്ക് നീങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുക, അള്ളാഹ് വിൽ പ്രൊവൈഡ് അബൻഡന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അസ് ടു ഡിസൊബേ. പിന്നെ ഡിസൊബീഡിയൻസിന്റെ മാർഗത്തിൽ, തെറ്റിന്റെ മാർഗത്തിൽ നമുക്കിങ്ങനെ അതിൽ ധാരാളമായിട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു ഇങ്ങനെ വഴി നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ചാൻസ് ലഭിക്കാത്തത് കൊണ്ട് മാത്രം ആ തെറ്റ് ചെയ്യാതിരിക്കേണ്ടതില്ലല്ലോ. ആൻഡ് ഇതിന് ശേഷം അള്ളാഹുവിൻ്റെതല്ലാത്ത മാർഗം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിൽ ധാരാളം വരും എന്നുള്ളതാണ്. നമ്മൾ പിന്നെ തെറ്റുകാരായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ അങ്ങനെയായിരിക്കും പരീക്ഷിക്കുന്നുണ്ടാവുക. ഈ സംഭവം പറഞ്ഞതിന് ശേഷം പിന്നീടുള്ള ആയത്തുകളിൽ 3 തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുഴുവനായും വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി. എന്ന് വെച്ചാൽ യൗമുസ്സബ്തിനെ, സാബത്ത് നാളിനെ ധിക്കരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുഴുവൻ ധിക്കരിച്ചിട്ടുള്ള ഒരു കൂട്ടർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ട് ഇതിനെ നോക്കി നിന്നിട്ടുള്ള ആളുകൾ, ദോസ് ഹു വർ സൈലന്റ് സ്പെക്ടേറ്റേഴ്സ് ടു സച്ച് വയലേഷൻസ്. അവരതിനോടൊന്നും, ആ വയലേറ്റ് ചെയ്യുന്ന ആളുകളോട്, ധിക്കരിക്കുന്ന ആളുകളോട് ഒരർത്ഥത്തിലും അവരെ ഉപദേശിക്കുകയോ അവരോടത് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇവരെ ഉപദേശിക്കുന്ന ആളുകളെ ആവട്ടെ, എന്തിനാണ് ഈ പിഴച്ചു പോയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഉപദേശിക്കുന്നത്? ഇവർക്ക് എന്തായാലും അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്ന് പതിക്കാൻ പോവുകയാണല്ലോ, അപ്പൊ പിന്നെ എന്തിനാണ് അവരെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി കൂടിയാണ് ഈ രണ്ടാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി ഈ തെറ്റുകൾ കണ്ട് സഹിക്കവയ്യാതെ ധിക്കാരികളെ നിരന്തരം ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതിലെ മൂന്നാമത്തെ കാറ്റഗറി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വന്ന് പതിച്ച സമയത്ത് ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ന്യായം ബോധിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിലുള്ള ധിക്കാരികളായ ആളുകളെ, തെറ്റുകളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഉപദേശിക്കുകയും അവരുടെ കൂടെ ഒരിക്കലും പെടാതെ മാറി നിൽക്കുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എടുത്തു പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ പൊസിഷൻ ക്ലിയർ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നിലനിൽക്കുന്ന പല സിൻസ് ഉണ്ടാവും അല്ലെ, പല തെറ്റുകൾ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നത് ഭയങ്കര റെലവൻ്റ് ആണ്. ഒരു ദേശത്ത് അള്ളാഹുവിൻ്റെ നിയമം പരസ്യമായിട്ടും എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ലംഘിക്കപ്പെടുന്ന സമയത്ത് ആ ആളുകളൊക്കെ ശരിക്കും ശിക്ഷയ്ക്ക് അർഹരായി തീരും. ആ നിയമം നമ്മൾ ലംഘിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന വിധം അവിടെ നന്മ സ്ഥാപിക്കാനും അവിടെയുള്ള തിന്മയെ നീക്കം ചെയ്യാനും നമ്മൾ പരമാവധി ശ്രമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് റബ്ബിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഖുർആനിലും ഹദീസിലും തന്നെയുള്ള പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി മാത്രമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ മറ്റ് 2 കൂട്ടരും ശിക്ഷയ്ക്ക് അർഹരായി തീർന്നു എന്നുള്ളതാണ്. അവരുടെ ആ ധിക്കാരം തന്നെ അവർ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്ന സമയത്ത് അള്ളാഹു അവരോട് പറഞ്ഞു, കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ പതിതരായിട്ടുള്ള കുരങ്ങന്മാരായി മാറുവിൻ എന്നാണ് അവരോട് അള്ളാഹു പറഞ്ഞത്. അവരെ മർക്കടന്മാരാക്കി മാറ്റി എന്ന് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ഇതേക്കുറിച്ച് ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ
കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് റബ്ബിൻ്റെ മാർഗം തന്നെ ചൂസ് ചെയ്യാനും അതിൽ തന്നെ ഇസ്തിഖാമത്തോടുകൂടെ സ്റ്റെബിലിറ്റിയോടുകൂടെ മുന്നോട്ട് പോകാനും സാധിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.